നമുക്ക് ബിരിയാണി ഉണ്ടാക്കിയാലോ? അപ്പോൾ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് സാധനങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ചിക്കനും അരിയും ഒക്കെ വാങ്ങിയിട്ട് വരാം. ആദ്യം നമുക്ക് ATM പോകണം, സാധനങ്ങൾ വാങ്ങിക്കാൻ പൈസ എടുക്കണം. അപ്പോൾ കാനറ ബാങ്കിൻ്റെ ATMിൽ ഫെഡറൽ ബാങ്കിൻ്റെ ATM കാർഡ് കൊണ്ടാണ് നമ്മൾ പോകുന്നത്. വലിയ കുഴപ്പമൊന്നുമില്ല, ഓരോ ചാർജിനും എത്ര കൂടെ കമ്മീഷൻ വെച്ച് പിടിക്കും. അങ്ങനെ നമ്മൾ കുറച്ച് പൈസ എടുത്തു. അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് നമുക്ക് സാധനം വാങ്ങിക്കേണ്ട കടകളൊക്കെ ഉള്ളത്. തക്കാളിയും പച്ചമുളക്, മല്ലിയില, നാരങ്ങ, പിന്നെന്തോ സാധനം വാങ്ങിക്കാനുണ്ടായിരുന്നു, തൈര്, പിന്നെ മസാല ഐറ്റംസ്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് മാത്രമേ വാങ്ങിക്കാനുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് നമ്മൾ ഈ വ്യൂവും കണ്ട് വീട്ടിലോട്ട് പോയി. വീട്ടിൽ ചെന്ന് എല്ലാ സാധനങ്ങളും അരിഞ്ഞ് സെറ്റാക്കി. പിന്നെ അരി കഴുകാൻ വെച്ച് കുറച്ച് അരി സോക്ക് ചെയ്ത് വെക്കണമല്ലോ. അങ്ങനെ അതൊക്കെ വെച്ച് നമ്മൾ ഓരോ പരിപാടിയിട്ട് തുടങ്ങി സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് ബിരിയാണി ഉണ്ടാക്കിയാലോ? സുജാതേ. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില, പിന്നെ ചെറിയുള്ളി, പച്ചമുളക്, ഇതൊക്കെ ഇട്ട് മിക്സിയിലിട്ട് അടിച്ച് ജ്യൂസാക്കി എടുക്കണം. കുറച്ച് ഓയിൽ, സബോള, കറിവേപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇനി നമ്മുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി അണ്ടിപ്പരിപ്പ്, ഏലക്ക, മുന്തിരി, മുളക് പൊടി, ചിക്കൻ മസാല, കുറച്ച് ഗരം മസാല, നാരങ്ങ പിഴിഞ്ഞ്, കുറച്ച് തൈര്, കുറച്ച് മതിയേ. നമ്മുടെ ചിക്കൻ ഇട്ട് നോക്കാം. ഇനി ചിക്കൻ വെന്ത് ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നത് വരെ മൂടി വെച്ച് വേവിക്കാം. ചിക്കൻ വെന്തു. നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഇനി അരിക്ക് വേണ്ട വെള്ളം ഒഴിക്കാം. അടിപൊളി, നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. കഴിച്ചു നോക്കാം. ഇപ്പം കുറച്ച് അച്ചാറും സലാഡും കൂട്ടിയിട്ട് അടിപൊളി, നല്ല രസമുണ്ട്. നമ്മൾ തലപ്പാക്കട്ടി ബിരിയാണി റെസിപ്പി എന്ന് പറയുന്ന ഒരു ഐറ്റമാണ് ഉണ്ടാക്കിയത്. ഇതിൽ നമ്മൾ ഇട്ടതിൽ മുളക് പൊടി ഇച്ചിരി കൂടുതലായിട്ടുണ്ടെന്ന് തോന്നുന്നു. അതാണൊരു റെഡ് കളർ പോലെ ഇരിക്കുന്നത്. ശരിക്കും നമ്മൾ ആദ്യം ഇടുന്ന പച്ച നിറത്തിലുള്ള മസാല ഇല്ലേ, അതും കൂടി ചേരുമ്പോൾ ഒരു ഇളം പച്ച പോലത്തെ ആ ഒരു ലൈറ്റായിട്ടുള്ള കളറാണ് വരാം. എന്നാലും നല്ല രസമുണ്ട്, നല്ല സ്മെല്ലും ടേസ്റ്റൊക്കെ ഉണ്ട്. അടിപൊളി.